നവോത്ഥാന നായകരുടെ ജനനസ്ഥലങ്ങൾ, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. പ്രത്യേകിച്ച് LGS, LDC തുടങ്ങിയിട്ടുള്ള എക്സാമുകൾക്ക്. അപ്പോൾ ഓവറോൾ ആയിട്ട് നവോത്ഥാനം എന്നുള്ളൊരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഏരിയകളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജനനസ്ഥലങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം കുര്യാക്കോസ് ഏലിയാസ് ചവറ. ചവറ അച്ഛൻ്റെ ജനനസ്ഥലം കൈനക്കരിയിലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കുര്യാക്കോസ് ഏലിയാസ് ചവറ, കൈനക്കരി. അതുപോലെ തന്നെ വേലായുധ പണിക്കർ, അത് പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ആറാട്ടുപുഴ. ഓക്കെ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി വൈകുണ്ഠ സ്വാമികൾ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് സ്വാമി തോപ്പിലാണ്. നാഗർകോവിലിന് അടുത്തുള്ള സ്വാമി തോപ്പിലാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെ ജനനസ്ഥലം. തൈക്കാട് അയ്യ നഗലപുരത്താണ്. ഓക്കെ, തൈക്കാട് അയ്യ നഗലപുരം. ബ്രഹ്മാനന്ദ ശിവയോഗി കൊല്ലങ്കോടാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി കൊല്ലങ്കോടാണ്. ചട്ടമ്പി സ്വാമികൾ കണ്ണമ്മൂല. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ജനനസ്ഥലം കണ്ണമ്മൂലയിലാണ്. അതുപോലെ തന്നെ അബ്ദുൾ ഖാദർ മൗലവി വക്കമാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി എന്നാണ് പേര് തന്നെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാം. ഇനി ശ്രീനാരായണ ഗുരു മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ചെമ്പഴന്തി. ഓക്കെ, ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയാണ്. അയ്യങ്കാളി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, വെങ്ങാനൂരാണ്. അയ്യങ്കാളി വെങ്ങാനൂരാണ്. ഡോക്ടർ പൽപ്പു പേട്ടയാണ്. ഓക്കെ, ഡോക്ടർ പൽപ്പു പേട്ടയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CV കുഞ്ഞിരാമൻ മയ്യനാടാണ്. CV കുഞ്ഞിരാമൻ മയ്യനാടാണ്. കുമാരനാശാൻ ചോദിച്ചിട്ടുണ്ട്, കായിക്കരയാണ്. ഓക്കെ, കുമാരനാശാൻ കായിക്കര. മന്നത്ത് പത്മനാഭൻ പെരുന്നയാണ്. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ. ചോദിച്ചിട്ടുണ്ട്. K രാമകൃഷ്ണപിള്ള നെയ്യാറ്റിങ്കരയാണ്. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള നെയ്യാറ്റിങ്കര. അതുപോലെ തന്നെ പൊയ്കയിൽ യോഹന്നാൻ ഇരവിപേരൂർ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പത്തനംതിട്ട ഇരവിപേരൂരിലാണ് പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ശുഭാനന്ദ ഗുരുദേവൻ ബുധനൂരാണ്. ശുഭാനന്ദ ഗുരുദേവൻ ബുധനൂർ. പണ്ഡിറ്റ് കറുപ്പൻ ചേരാനല്ലൂർ. ചോദിച്ചിട്ടുണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ ചേരാനല്ലൂർ. വാഗ്ബടാനന്ദൻ പാട്യം. കണ്ണൂർ പാട്യത്താണ് വാഗ്ബടാനന്ദൻ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. കുറുമ്പൻ ദൈവത്താൻ ആറന്മുളയാണ്. ഓക്കെ, കുറുമ്പൻ ദൈവത്താൻ ആറന്മുള. സഹോദരൻ അയ്യപ്പൻ ചെറായി. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സഹോദരൻ അയ്യപ്പൻ ചെറായി. K കേളപ്പൻ പയ്യോളിയാണ്. ഓക്കെ, പയ്യന്നൂർ എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാണ് കേട്ടോ, പയ്യോളിയാണ് K കേളപ്പൻ. KP കേശവമേനോൻ പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, KP കേശവമേനോൻ പാലക്കാട്. ബോധേശ്വരൻ നെയ്യാറ്റിങ്കരയാണ്. ബോധേശ്വരൻ നെയ്യാറ്റിങ്കര. C കേശവൻ മയ്യനാടാണ്. മയ്യനാട് C കേശവൻ. അടുത്തത് ആഗമാനന്ദ സ്വാമികൾ ചവറയിലാണ്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആഗമാനന്ദ സ്വാമികൾ. പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ മരാമണിലാണ്. ഓക്കെ, മരാമൺ കൺവെൻഷൻ എന്നൊക്കെ കേട്ടു കാണൂ അല്ലെ. പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ മരാമണിലാണ്. കുറൂർ നമ്പൂതിരിപ്പാട് തൃശ്ശൂരാണ്. കുറൂർ തൃശ്ശൂർ, അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ഇനി AK ഗോപാലൻ ചിറക്കിലാണ്. അയ്യത്താൻ ഗോപാലൻ തലശ്ശേരിയിലാണ്. അയ്യത്താൻ ഗോപാലൻ തലശ്ശേരി. പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടിയിൽ തന്നെയാണ്. P കൃഷ്ണപിള്ള വൈക്കത്താണ്. PN പണിക്കർ ആലപ്പുഴയിലാണ്. PN പണിക്കർ ആലപ്പുഴ. EMS പെരിന്തൽമണ്ണ. EMS പെരിന്തൽമണ്ണ. TK മാധവൻ കാർത്തികപ്പള്ളി. TK മാധവൻ കാർത്തികപ്പള്ളി. GP പിള്ള ബാരിസ്റ്റർ GP പിള്ള പള്ളിപ്പുറമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്ത്. PK ചാത്തൻ മാസ്റ്റർ ഇരിങ്ങാലക്കുടയാണ്. ഓക്കെ, ഇരിങ്ങാലക്കുടയാണ് PK ചാത്തൻ മാസ്റ്റർ. അടുത്തത് കൃഷ്ണാദിയാശാൻ മുളവുകാടാണ്. ഓക്കെ, മുളവുകാടാണ് കൃഷ്ണാദിയാശാൻ. VT ഭട്ടതിരിപ്പാട് മേഴത്തൂരാണ്. VT ഭട്ടതിരിപ്പാട് മേഴത്തൂരാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ നവോത്ഥാന നായകന്മാരും അവരുടെ ജനനസ്ഥലങ്ങളും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നവോത്ഥാന നായകരും അവരുടെ പ്രസിദ്ധീകരണങ്ങളും അതൊന്ന് നോക്കാം. വളരെയധികം പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ആദ്യമായി അഭിനവ കേരളം വാഗ്ബടാനന്ദന്റെയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അഭിനവ കേരളം വാഗ്ബടാനന്ദൻ. ഇനി അധകൃതൻ KP വള്ളോനാണ്. ഓക്കെ, അധകൃതൻ എന്ന പ്രസിദ്ധീകരണം KP വള്ളോന്റെയാണ്. ആത്മവിദ്യാകാഹളം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, വാഗ്ബടാനന്ദന്റെയാണ്. ആത്മവിദ്യാകാഹളം വാഗ്ബടാനന്ദൻ. അതുപോലെ തന്നെ അഭിനവ കേരളവും വാഗ്ബടാനന്ദൻ തന്നെയാണ്. ഇനി ഭാഷാപോഷിണി കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഓക്കെ, ഭാഷാപോഷിണി കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ദേശാഭിമാനി TK മാധവനാണ്. ഓക്കെ, ദേശാഭിമാനി TK മാധവൻ. ഗ്രാമദീപം K കേളപ്പൻ. ഓക്കെ, ഗ്രാമദീപം K കേളപ്പനാണ്. അധികം കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചു വെക്കാം. അടുത്തത് കലാകേരളം ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. ഓക്കെ, വേലുക്കുട്ടി അരയന്റെയാണ് കലാകേരളം. കേരള കൗമുദി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, CV കുഞ്ഞിരാമന്റെയാണ്. ഓക്കെ, CV കുഞ്ഞിരാമൻ. കേരളൻ K രാമകൃഷ്ണപിള്ളയുടെയാണ്. കേരളൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേസരി ബാലകൃഷ്ണപിള്ള. അതുപോലെ തന്നെ പ്രബോധകൻ ബാലകൃഷ്ണപിള്ളയാണ്. അപ്പൊ കേസരി പ്രബോധകൻ ബാലകൃഷ്ണപിള്ള. പ്രബുദ്ധ കേരളം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, സ്വാമി ആഗമാനന്ദന്റെയാണ്. പ്രബുദ്ധ ഭാരതം നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെയാണ്. ഓർത്തിരിക്കുക, കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് പറയുന്ന ആളാണ് സ്വാമി ആഗമാനന്ദൻ. ഓക്കെ,
ഇനി സാധുജനദൂതൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജോൺ ജോസഫ്, പാമ്പാടി ജോൺ ജോസഫിന്റെയാണ് സാധുജനദൂതൻ. ഇനി സാധുജന പരിപാലിനി മോസ്റ്റ് റിപ്പീറ്റഡ് അയ്യങ്കാളിയുടേതാണ്. ഓക്കെ, അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലിനി. ഇനി നെക്സ്റ്റ് സഹോദരൻ കെ അയ്യപ്പന്റെയാണ്. സഹോദരൻ കെ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അതന്നെ കണക്ട് ചെയ്യാം. സമദർശി ബാലകൃഷ്ണപിള്ളയുടേതാണ്. ഓക്കെ, ബാലകൃഷ്ണപിള്ളയുടെ അപ്പൊ കേസരി ഉണ്ട്, പ്രബോധകനുണ്ട്, അതുപോലെ തന്നെ സമദർശി. ഇനി സാരഗ്രാഹി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. ചോദിച്ചിട്ടുണ്ട് സാരഗ്രാഹി ബ്രഹ്മാനന്ദ ശിവയോഗി. ശിവയോഗ വിലാസം വാഗ്ബടാനന്ദന്റെയാണ്. ചോദിച്ചിട്ടുണ്ട് ശിവയോഗ വിലാസം വാഗ്ബടാനന്ദൻ. സ്ത്രീ വിദ്യാപോഷിണി ചോദിച്ചിട്ടുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. അപ്പൊ സാരഗ്രാഹി, സ്ത്രീ വിദ്യാപോഷിണി, ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി സുജനാനന്ദിനി പറവൂർ കേശവനാശാനാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സുജനാനന്ദിനി പറവൂർ കേശവനാശാൻ. സ്വദേശാഭിമാനി വക്കം മൗലവി. ഓക്കെ, സ്വദേശാഭിമാനിയുടെ സ്ഥാപകൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാൽ സ്വദേശാഭിമാനിയുടെ എഡിറ്റർ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ രാമകൃഷ്ണപിള്ളയാണ്. ഓക്കെ, അതെപ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണതാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്നത് ആ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആണ്. എന്നാൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോരുത്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ വേലക്കാരൻ കെ അയ്യപ്പന്റെയാണ്. ഓക്കെ, സഹോദരൻ അയ്യപ്പന്റെയാണ് സഹോദരൻ എന്നുള്ളതും വേലക്കാരൻ എന്നുള്ളതും. എന്നാൽ യജമാനൻ എന്നുള്ളത് വാഗ്ബടാനന്ദന്റെയാണ്. ഓക്കെ, വാഗ്ബടാനന്ദന്റെയാണ്. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, അതുപോലെ തന്നെ ശിവയോഗ വിലാസം, യജമാനൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ രണ്ട് ടേബിളിൽ നിന്ന് തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത്ര പ്രധാനപ്പെട്ടതാണ് കേട്ടോ രണ്ടും. ഇനി നമുക്ക് സമത്വ സമാജം അങ്ങനത്തെ ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പൊ നവോത്ഥാനം ഓരോരുത്തരെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ഒരു രീതിയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മിശ്ര ഭോജനം, പ്രീതി ഭോജനം, അങ്ങനെ അതുപോലെ തന്നെ എന്താണ് സമപന്തി ഭോജനം, പന്തി ഭോജനം, അങ്ങനെയൊക്കെ കണ്ടൂല്ലേ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് തലയിൽ കയറാനായിട്ട് സഹായവും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്